അർജുൻ പീതാംബരൻ കൂടി ചേരുന്നുണ്ട്. മല്ലികാർജുൻ ഖർഗെയുടെ വീട്ടിൽ നിന്നാണ് അർജുൻ പീതാംബരൻ ചേരുന്നത്. അർജുൻ, ഈ വൈകിട്ട് കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണല്ലോ, ഇന്ന് തന്നെ ഒരു തീരുമാനം പ്രതീക്ഷിക്കാമോ? ഉന്മേഷ് ദില്ല, ഇന്ന് വൈകിട്ട് 4 മണിയോടെ ചർച്ചകളുടെ ശ്രദ്ധാകേന്ദ്രമാകുന്ന വസതി രാജാജി മാർഗിലെ 10ാം നമ്പർ വസതിയായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ വീട്ടിലേക്ക് ഇപ്പോൾ ആരും എത്തിയിട്ടില്ല. വൈകിട്ട് പക്ഷേ 4 മണിയോടെ കേരളത്തിൽ നിന്നെത്തിയിട്ടുള്ള 3 നേതാക്കളും അതുപോലെ തന്നെ KC വേണുഗോപാലും ഇവിടേക്ക് എത്തും. പിന്നീട് മാരത്തോൺ ചർച്ചകളായിരിക്കും ഒരുപക്ഷെ രാത്രി വൈകിയും ഇവിടെ നടക്കാൻ പോകുന്നത്. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും അതാത് കോൺഫിഡൻസ് ഉണ്ട്. ഒരാൾക്ക് നമ്പറുകളുടെ കണക്കാണെങ്കിൽ മറ്റൊരാൾക്ക് സീനിയോറിറ്റിയാണ്, മൂന്നാമത്തെ ആൾക്ക് ഘടകകക്ഷികളുടെ പിന്തുണയും അതുപോലെ തന്നെ പൊതുവികാരവുമാണെന്ന് പറയാം. ഇന്ന് രാവിലെ നമ്മൾ കണ്ടത് ഡൽഹിയിലെത്തിയ നേതാക്കളെല്ലാം തന്നെ പലയിടങ്ങളിലായി. ഒന്നാമത്തേത് സണ്ണി ജോസഫ്, അദ്ദേഹം ആദ്യം കേരള ഹൗസിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. പിന്നീട് രമേശ് ചെന്നിത്തലയും കേരള ഹൗസിൽ നിന്നും ഇറങ്ങിയിരുന്നു. അദ്ദേഹം ഇപ്പോൾ അല്പം മുൻപാണ് തിരിച്ചെത്തിയത്. KC വേണുഗോപാലും അല്പം മുമ്പ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പുറത്തേക്ക് പോയിരുന്നു. എങ്ങോട്ടാണ് പോകുന്നതെന്നോ ആരെയൊക്കെയാണ് കാണുന്നതെന്നോ നിലവിൽ നമ്മൾ ചോദിക്കുമ്പോൾ നേതാക്കൾ കൃത്യമായിട്ട് മറുപടി പറയുന്നില്ല. അതിലെല്ലാം തന്നെ മൗനം തുടരുന്നുണ്ട്. അതായത് രഹസ്യാത്മകമായിട്ടാണ് ഇപ്പോഴുമുള്ള നീക്കങ്ങളെല്ലാം തന്നെ, കോൺഗ്രസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഡൽഹിയിൽ ഇപ്പോൾ രഹസ്യാത്മകമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇതിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഒഴികെയുള്ള മറ്റ് നേതാക്കൾ ഡൽഹിയിൽ എത്തിയ ശേഷം മൗനം പാലിക്കാൻ പ്രത്യേക ശ്രദ്ധ പാലിക്കുന്നുണ്ട്. അതിൽ തന്നെ KC വേണുഗോപാലിന്റെ കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം യാതൊരുവിധ കാര്യങ്ങളോ പ്രതികരണങ്ങളിലേക്കോ കടക്കുന്നില്ല എന്നുള്ള കാര്യം തന്നെ. കൂടിക്കാഴ്ച കഴിയട്ടെ, ചർച്ചകൾ കഴിയട്ടെ, ഒരു തീരുമാനമോ സമവായമോ എന്തെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള കാര്യത്തിലേക്ക് തന്നെയാണ് ഈ നേതാക്കൾ എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയോടെ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ, ഒരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും അധികം ഉറ്റുനോക്കപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ചർച്ചകൾക്കെല്ലാം തന്നെ ശ്രദ്ധാകേന്ദ്രമാകുന്ന വസതി ഇവിടെയാണ്. ഇവിടേക്കെല്ലാം തന്നെ ഒരു 3:30 ആയിരിക്കും നേതാക്കളെല്ലാം, KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കൾ വൈകിട്ട് 3:30 എത്തും. 4 മണിക്ക് ശേഷം ആ ചർച്ച ആരംഭിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയോടെ തന്നെ നമ്മൾ ഒരു ഫലം, ഈ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് വരുമെന്നുള്ള കാര്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഒരു സമവായത്തിലേക്ക് നേതാക്കൾക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് ആ ഒരു കാര്യം പോവുകയും നാളത്തേക്ക് കൂടി ഈ ചർച്ചകൾക്ക് കളമൊരുങ്ങുകയും ചെയ്യും എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. എന്തായാലും 3 ക്യാമ്പിലും ആത്മവിശ്വാസം ഇപ്പോൾ കൃത്യമായി ഉണ്ട്. അത് 3 ഘടകങ്ങളിലായിട്ടാണ്. എന്തായാലും KC വേണുഗോപാലിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്, കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും എന്ത് നിലപാടെടുക്കുന്നു എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ളതായിരിക്കും. ഉന്മേഷ ദില്ല. ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് മല്ലികാർജുൻ ഖർഗെയുടെ വീടിന് മുന്നിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.